ഓക്കെ, അപ്പം നമ്മൾ ബാക്കി എടുക്കുകയാണ്. ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു നോവലിൽ നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി കാണാം അതിൻ്റെ ആർട്ട്. ഈ ഒരു നോവലിൻ്റെ ആർട്ടിൽ എസ്പെഷ്യലി ഇൻ ഇറ്റ്സ് ഡയലോഗ്, അതിൻ്റെ ഡയലോഗിൻ്റെ ആ ഒരു പ്രസൻറ്റേഷനിലൊക്കെ നമ്മൾ സം ഫ്ലെക്സിബിലിറ്റി കാണുന്നുണ്ടെന്നാണ്. കാരണം ഇതിലുള്ള ചില പാസേജസ്, ചില ഡയലോഗ്സ് എന്ന് പറയുന്നത് ഓർഡിനറി നോവലിൻ്റെ ഒരു പാസേജ് പോലെയാണ് ചില ഡയലോഗ്സുകളൊക്കെ വരുന്നതെങ്കിൽ മറ്റ് ചില ഡയലോഗ്സുകൾ ഇറ്റ് ഹാസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഐറണിക് പോയിൻ്റാണ്. ഐറണിക് ആയിട്ടുള്ള ഡയലോഗ്സുകൾ ആസ് ഇറ്റ്സ് സീൻ ജോൺസൺ കോമഡി. ജോൺസൻ്റെ കോമഡിയിലൊക്കെ കാണുന്ന രൂപത്തിലുള്ള ഐറണിക് ആയിട്ടുള്ള പാസേജുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഹാർഡ് ടൈംസിൽ ഇൻക്രെഡിബിൾ ഡൈവേഴ്സിറ്റി ഓഫ് നെറേറ്റീവാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, പിന്നെ അതായത് ഈ ഒരു ലൈഫിൽ, ഈ ഒരു ബുക്കിൽ നമ്മൾ കാണുന്നത് ഒരു റിച്ച്നെസ് ഓഫ് ലൈഫാണ്. ആൻഡ് ഹി പ്രസൻറ്റ്സ് ദ പോർട്രയൽ ഓഫ് ലൈഫ് ആസ് എ ഇൻക്രെഡിബ്ലി റിയൽ. അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത് ഈ ഒരു നോവലിൽ ഒരു റിച്ച്നെസ് ഓഫ് ലൈഫാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു നോവൽ നമ്മൾ കാണുന്നത് ഹി പ്രസൻറ്റ്സ് ദ ലൈഫ് ആസ് ഇൻക്രെഡിബ്ലി റിയൽ. അതുമാത്രമല്ല അദ്ദേഹം ഒരു പോയറ്റിക് പ്രോസ് ആയിട്ടല്ല ഈ ഒരു നോവൽ എഴുതിയെങ്കിൽ പോലും അദ്ദേഹം താൻ കണ്ട കാഴ്ചകളും തനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളും ആസ് ഇറ്റ് ഈസ് ഈ ഒരു നോവലിൽ എഴുതുകയാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു പോയറ്റിക് ഫോഴ്സ് ഉണ്ടെന്നും ആ പോയറ്റിക് ഫോഴ്സ് റീഡേഴ്സിനെ എഫക്റ്റ് ചെയ്യാണ് ആസ് എ പോയറ്റിക് വർക്ക്. അതുകൊണ്ടാണ് റീഡേഴ്സിൻ്റെ ഇടയിൽ ഈ ഒരു വർക്ക് ഒരു പോയറ്റിക് വർക്കായിട്ട് എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഡിക്കൻസിൻ്റെ സെൻറ്റിമെൻറ്റാലിറ്റി എവിടെ കാണാം? അദ്ദേഹത്തിൻ്റെ പോർട്രയൽ ഓഫ് ദ വിക്ടിമൈസ്ഡ് വർക്ക്മാൻ സ്റ്റീഫൻ ബ്ലാക്ക്പൂൾ. സ്റ്റീഫൻ ബ്ലാക്ക്പൂൾ എന്ന ഒരു വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക്മാനെ പ്രസൻറ്റ് ചെയ്യുന്നതിൽ ഡിക്കൻസിൻ്റെ സെൻറ്റിമെൻറ്റാലിറ്റി കാണാം. പിന്നെ അദ്ദേഹത്തിൻ്റെ സിസി ജൂപ്പ്, whom Dickens assigned the work in the utilitarian household of the Gradgrind. ഗ്രാഡ്ഗ്രൈൻ്റെ വീട്ടിലുള്ള ഹൗസ് ഹോൾഡ് ചുമതലയേൽപ്പിച്ച സിസി ജൂപ്പിൻ്റെയും കാര്യത്തിൽ അവരുടെയും പ്രസൻറ്റേഷനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഒരു സെൻറ്റിമെൻ്റ് ആരുടെ? ഡിക്കൻസിൻ്റെ. ദെൻ ഷീ ഈസ് ഓൾസോ Dickens' tool in establishing the distinction between Gradgrind and Bounderby. While Gradgrind is capable of human feeling, evident when he takes Sissy home, Bounderby is Johnsian in the sense that he is incapable of change, but he remains an egoistic person. അതായത് പിന്നെ നമ്മൾ കാണുന്ന ഡിക്കൻസ് ഒരു ഡിസ്റ്റിങ്ഷൻ നടത്തുന്നുണ്ട്. രണ്ട് യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന രണ്ട് പേരാണ് ഗ്രാഡ്ഗ്രൈനും ബൗണ്ടർബിയും. പക്ഷെ അതിൽ ഗ്രാഡ്ഗ്രൈൻ എന്താണ്, ഹാസ് സം ഹ്യൂമൻ ഫീലിങ്സ് ആണ്. അത് എക്സാമ്പിൾ ആകുന്നത് സിസിയെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സീനിലാണെന്നും. പക്ഷെ ബൗണ്ടർബേ ഒരു ടിപ്പിക്കൽ ജോൺസണിയനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ചേഞ്ചബിൾ അല്ലാത്തതാണെന്നും. പിന്നെ ഗ്രാഡ്ഗ്രൈൻസ് ലൈഫ് പ്രൂവ് ചെയ്തത് അദ്ദേഹത്തോട് ഹിസ് ഫിലോസഫി വാസ് റോങ്. ഹി ഷോസ് എ ചേഞ്ച് ഇൻ ക്യാരക്ടർ ബൈ എൻഡ് ഓഫ് ദ നോവൽ. ഗ്രാഡ്ഗ്രൈൻ എന്ന് പറയുന്ന ടിപ്പിക്കൽ യൂട്ടിലിറ്റേറിയൻ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾ അദ്ദേഹത്തിൻ്റെ അവസാനം അദ്ദേഹത്തിൻ്റെ ലൈഫ് പ്രൂവ് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ഫിലോസഫീസും റോങ് ആണെന്നും അദ്ദേഹത്തിൽ അവസാനം ഒരു മാറ്റം വരികയും ചെയ്യുകയാണ്. പിന്നെ the psychology of the development of Louise and Tom is perfect. She has no other emotional outlet but the love for her brother, and she marries Bounderby for him. Tom decided to do his revenge for the way he was brought up and he gets a post in the bank. പിന്നെ നമ്മൾ കാണുന്നത് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ലൂയിസ ആൻഡ് ടോം. അതായത് ലൂയിസയുടെയും ടോമിൻ്റെ ഒക്കെ സൈക്കോളജിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് ഡിക്കൻസ് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്തത്,
പിക്ചറൈസ് ചെയ്തതെന്ന് ഇതിൽ നമ്മുടെ എഫ്.ആർ. ലീവ്സ് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ കാണുന്നുണ്ട് ലൂയിസ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കലയുകയും തൻ്റെ അച്ഛൻ്റെ കാലിൽ വീണ് കരയുകയും അവൾ പറയുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയൊക്കെ ഒരു ഹെൽപ്പും ഇല്ലാത്തതാണെന്നും ഗ്രാഡ്ഗ്രൈൻസ് ലവ് ഫോർ ഹിസ് ചൈൽഡ് overtake the philosophy, and here we can see how the philosophy is confuted. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു തൻ്റെ മക്കളോടുള്ള സ്നേഹം, ആ സ്നേഹത്തിൻ്റെ പുറത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിലോസഫിയൊക്കെ അവരിൽ എന്ത് ചെയ്യുന്നത്, ചുമത്താൻ ശ്രമിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ടോം എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു സാഡോണിക് ആയിട്ടുള്ള ഒരു കോമിക് ഇമേജ് ആണെന്നും ഇതിൽ നമ്മൾ കാണുന്ന സീൻ ഗ്രാഡ്ഗ്രൈൻ കാണുകയാണ് ടോം എന്ത് ചെയ്യാണ് ഡിസ്ഗൈസ്ഡ് ആസ് എ നീഗ്രോ സെർവൻറ്റ് ആൻഡ് Sleary makes his escape possible. So Gradgrein's conversation with Tom here becomes an example of sardonic tragedy where satire consort with pathos. Levins here called Dickens a poetic dramatist and associate his flexibility in the interpretation of life to Shakespearean drama. അതായത് അദ്ദേഹം ഈ ഒരു നോവലിൽ സാഡോണിക് ആയിട്ടുള്ള കോമഡി ഇമേജ് അതും കൂടി നമ്മൾ ആരിലൂടെ കാണുന്നുണ്ട്, ടോം എന്ന് പറയുന്ന ക്യാരക്ടർ. ഇത് നമ്മൾ നോവൽ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, എന്നാലും ജസ്റ്റ് പറയുന്നതാണ്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ മാത്രം പഠിക്കുക. ഈ ഒരു ടോം എന്ന് പറയുന്ന ഒരു സാഡോണിക് ആയിട്ടുള്ളൊരു ഫിഗറിനെയും ഇതിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പിക്ചറൈസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലെവിസ് പറയുന്നു ഡിക്കൻസ് ഒരു പോയറ്റിക് ഡ്രമാറ്റിസ്റ്റ് ആണെന്നും അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇൻ ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലൈഫ് അസോസിയേറ്റ് വിത്ത് ഇല്ല ഷേക്സ്പീരിയൻ ഡ്രാമ. അതായത് അദ്ദേഹം തൻ്റെ പോയറ്റിക് ഡ്രമാറ്റിസ്റ്റാണ് ഡ്രക്കൻസ് എന്ന് ലീവ്സ് പറയുകയാണ്. കാരണം ഹിയർ ഹി അസോസിയേറ്റ്സ് ദ ഫ്ലെക്സിബിലിറ്റി ഇൻ ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലൈഫ് ടു ഷേക്സ്പീരിയൻ ഡ്രാമ. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എന്തിൽ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നോവൽസൊക്കെ ലൈഫിനെ കുറിച്ച് പറയുന്നതാണെന്നും അതൊരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് കാണാൻ പറ്റുമെന്നും അതൊരു ഷേക്സ്പീരിയൻ ഡ്രാമയുമായിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ലീവ്സ് പറയുന്നത്. പിന്നെ ഗ്രാഡ്ഗ്രൈൻ എന്ന് പറയുന്ന ആളുടെയും അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയുടെയും ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ ബിഡ്സർ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ്. He prevents the escape of Tom. Tom's escape, however, is an example of Dickensian high fantastic comedy. അതിൽ ടോം എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ നിന്നുള്ളൊരു എസ്കേപ്പിസം ഒരു സീന് വരുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻറ്റാസ്റ്റിക് കോമഡിയുടെ എക്സാമ്പിളാണ്. The solemn moral of the story is put into the mouth of Sleary. He tells Gradgrind the possibility of the death of Sissy's father because his performing dog had returned to the horse riding. Dickens adds subtly of art. His understanding of Victorian civilization is adequate for his purpose. Had command of പിന്നെ ഇതിൽ പറയുന്നത് ഗ്രാഡ്ഗ്രൈൻ്റെ ഫിലോസഫറായ ബിഡ്സർ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടോമിനെ പ്രിവെൻറ്റ് ചെയ്യാണ് ഫ്രം എസ്കേപ്പിംഗ്. ദാറ്റ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ ഡിക്കൻസ് ഹൈ ഫാൻറ്റാസ്റ്റിക് കോമഡി എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു നോവലിലൂടെ അദ്ദേഹം പറയുന്നത് വിക്ടോറിയൻ സിവിലൈസേഷൻ എന്ത് ചെയ്യുന്നു, നമ്മളെ മുന്നിലേക്ക് തുറന്ന് കാണിക്കുകയാണ്. Had a comment of words, phrase, rhythm, image which no other literary master except Shakespeare had. ഇവിടെ ലെവിസ് പറയുന്നത് അദ്ദേഹം യൂസ് ചെയ്ത വേർഡ്സും ഫ്രൈസും റിതംസും ഇമേജും ഒന്നും മറ്റ് മാസ്റ്റേഴ്സിന് പറ്റാത്ത, ആർക്കൊഴികെ ഷേക്സ്പിയറിനൊഴികെ മാത്രം പറ്റുന്ന കാര്യമാണെന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ സെൻറ്റിമെൻറ്റാലിറ്റിയും പാത്തോസും അദ്ദേഹം എത്രമാത്രം അതിൽ സക്സസ്ഫുൾ ആണെന്നത് അദ്ദേഹത്തിൻ്റെ മിസ്സിസ് ഗ്രാഡ്ഗ്രൈൻ എന്ന ക്യാരക്ടറിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇത്രയുമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഒരു പാരഗ്രാഫിനൊക്കെ എഴുതാൻ പറ്റുന്ന രൂപത്തിൽ നോക്കുക. ബാക്കി
ബാക്കിയെല്ലാം പഠിക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. താങ്ക് യു.